മുട്ട തോരനെന്നോ മുട്ട ഫ്രൈ എന്നോ മുട്ട വരട്ടിയെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു മുട്ടത്തോരൻ ഉണ്ടാക്കാൻ പോകും. മുട്ടത്തോരൻ പല വെറൈറ്റിയിൽ വയ്ക്കും. ഞാൻ എൻ്റെ ഒരു വെറൈറ്റിയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് പയറും കഞ്ഞിക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കമോൺ വായോ. അപ്പം നമുക്കതിന് ചീൻചട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ചെറിയ ചീൻചട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇത് പെർഫെക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് നമ്മുടെ കറിക്ക് എപ്പോഴും നല്ലത്. ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് സംഭവം പുറത്ത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. എണ്ണ ചൂടായി കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് വറ്റൽമുളകിൻ്റെ ഫ്രൈ, അതായത് വറ്റൽമുളക് ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ ചെറിയ പീസാക്കി ചിക്കനൊക്കെ ഇടുന്നത് പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പച്ചമുളകും സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ ഇപ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് വെള്ളമാകും. പിന്നെ വെള്ളത്തിലും എണ്ണയിലും കൂടെയാണ് വഴണ്ട് വരുന്നത്. മറ്റത് എണ്ണയിൽ മാത്രം വഴണ്ട് വരുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിൽ തന്നെ സെറ്റാവും. അതാണ് നല്ല. ഞാൻ എടുത്തിരിക്കുന്ന നല്ല നാടൻ മുട്ടയാണ്. ഓക്കെ, നമ്മൾ പുളിക്കറിയൊക്കെ വെക്കുന്നത് പോലെ ഒരു വെറൈറ്റി മണം വരുന്നുണ്ട്. ആ മണം അടിക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഞാൻ ചിക്കൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ്റെ മസാല എന്ന് പറയുമ്പോൾ ഈ പട്ട, ഗ്രാമ്പൂ, ഏലം അങ്ങനെയുള്ള വെറൈറ്റികൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുമല്ലോ, പെരുംജീരകം അങ്ങനെയുള്ള സംഭവങ്ങൾ, അതാണ് ഞാൻ ചേർത്തത്. ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ആ മസാലയിൽ കിടന്ന് നല്ല ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു മണവും ഒരു വെറൈറ്റി ടേസ്റ്റും ഒക്കെ വരും. ഉണരുക നിങ്ങൾ, വചനം കേൾക്കാം, ഹൃദയമൊരുങ്ങും.
നടത്തുന്ന വഴികളെ ഓർത്താൽ ഹൃദയം നന്ദിയാൽ സ്തുതിച്ചിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ദിനവും നന്ദിയാൽ സ്തുതിച്ചിടുന്നു. ആനന്ദമായി അത്ഭുതമായി അതിശയമായി അവൻ നടത്തിയിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ദിനവും നന്ദിയാൽ സ്തുതിച്ചിടുന്നു. തീർന്നില്ല, ഇനിയുമുണ്ട്. അന്നു വേണ്ടുന്നതൊക്കെയും നൽകി മുട്ടില്ലാതെന്നെ അവൻ നടത്തിയിടുന്നു. ദൈവം എന്നെ നടത്തുന്ന വഴികളെ ഓർത്താൽ ദിനവും നന്ദിയാൽ സ്തുതിച്ചിടുന്നു. ശരിയല്ലേ? ദൈവം നമ്മളെ നടത്തുന്ന ആ ദിവസങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എവിടെ കൂടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം നമുക്ക് സാധിച്ചു തരും. അപ്പോൾ ദൈവത്തിന് നമുക്കൊരു നന്ദി പറയണ്ടേ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനും കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. തീക്കനലിൽ വീണാലും താങ്ങി ഞാൻ വഴി നടത്തും. വീഴുന്നത് തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലായി. വീഴുന്നത് തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലായി. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ രക്ഷയ്ക്കാണെന്നറിയുന്നു ഞാൻ. കരയില്ല ഞാൻ, കലങ്ങില്ല ഞാൻ, എൻ്റെ നാഥൻ കൂടെയുള്ളപ്പോൾ. കരയില്ല ഞാൻ, കലങ്ങില്ല ഞാൻ, എൻ്റെ നാഥൻ കൂടെയുള്ളപ്പോൾ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ രക്ഷയ്ക്കാണെന്നറിയുന്നു ഞാൻ. അപ്പം നമുക്ക് ഇനി ഇതിൽ ചേർക്കാനുള്ള എന്താണെന്ന് അറിയാം. മുളക് പൊടി ചേർക്കുക. നിങ്ങളുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്താൽ മതി. എരിവ് കുറഞ്ഞ മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങനെ ചേർക്കണമെന്നൊന്നുമില്ല. ഇതിന് കുറച്ച് ഫ്രൈ ആയി വരാം. കുറച്ചൊന്ന് ഫ്രൈ ആവും. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കരയില്ല ഞാൻ, കലങ്ങില്ല ഞാൻ, എൻ്റെ നാഥൻ കൂടെയുള്ളപ്പോൾ. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം മുട്ടയാണ്. ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാലും പാടാണ് പിന്നീട്. ഇതിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഇതിനൊന്നും ചോദിക്കില്ല ഞാൻ, എൻ്റെ രക്ഷയ്ക്കാണെന്നറിയുന്നു ഞാൻ. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നമുക്ക് സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ കുറച്ച് വെച്ചിട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു മുട്ടയുടെ ഒരു സംഭവം വീണിട്ടുണ്ട്. അത് നമ്മൾ പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ തോട് വീഴാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ വലിയ പാടാണ്.
ഇനി നമുക്കൊരൽപ്പം തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോഴേ ഉള്ളി ചേർക്കാൻ പാടില്ല. മുട്ട ഒന്ന് കുറച്ചൊന്ന് അതിൻ്റെ ആ വെള്ളമായിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, കാലായിലെ കല്യാണമാണേ കരുണാനിലേ വെള്ളം മുറിയില്ല. ഇനി നമുക്ക് കുറച്ചായിട്ട് ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്തില്ല. പിന്നെ ഇനി മുട്ട ഏതാ ഉള്ളി ഏതാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അവരെല്ലാം ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് വളർത്തിയെടുക്കണം. ഇവരൊന്നും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കരിയാൻ പാടില്ല. ഈ കുറച്ചിട്ടിട്ട് നന്നായിട്ട് പിന്നെ നല്ല മണം തോന്നിട്ടുണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് സ്പൂൺ കൂട്ടാം കേട്ടോ. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. നന്നായിട്ട് മൂക്കിലൊക്കെ കയറിയിട്ട് നന്നായിട്ട് സെറ്റായിട്ട് നന്നായിട്ടൊന്ന് വരണ്ടേന്ന് ശേഷം നോക്കിയാൽ മതി. അത് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതുപോലെ മുട്ട സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങി, അതായത് നമ്മൾ മുഴുവനായിട്ട് പുഴുങ്ങുന്നതല്ല സംഭവം, പൊട്ടിച്ചൊഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് നമ്മളൊരു കിണ്ണത്തിൽ വെച്ച് ചൂടുവെള്ളത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന സംഭവമുണ്ട്. അങ്ങനെ എടുത്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചാൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട അവിച്ചതിന് ശേഷം നമ്മുടെ തോരത്തിനൊക്കെ അരിയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് വെച്ച് ഇങ്ങനെ ചീകി എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഇതുണ്ടാക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എളുപ്പം എങ്ങനെയാണോ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ മുട്ട തോരനെന്നോ മുട്ട ഫ്രൈ എന്നോ മുട്ട വെറൈറ്റി എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം ഇതിനെ. നന്നായിട്ടുണ്ട്. ചിലപ്പോൾ ഉപ്പ് വേണമെങ്കിൽ എൻ്റെ ഒരു ഇതാണ്, ഒരല്പം നമുക്ക് വേണമെങ്കിൽ ഉപ്പിടാമെന്നുള്ളതാണ്. കൂടാനും പാടില്ല. ചിലപ്പോൾ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ തോരനായിട്ടുണ്ട്. ഉള്ളിയാണ് സംഭവം. കിടു കിടുക്കാച്ചി കിടുകിടു എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല, അടിപൊളിയാണ്. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല. ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം വല്ലപ്പോഴും ഒക്കെ. അപ്പോഴും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാം. നമ്മളെപ്പോഴും കടയിൽ പോയി കഴിക്കാനായിട്ടും ജോലി ചെയ്യാൻ മടിയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്നവർ അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല രുചിയായ ഭക്ഷണം കഴിക്കാൻ പറ്റും.
മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും പറ്റും. നമുക്കറിയുന്ന വെറൈറ്റികൾ, ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്കുണ്ട്, നല്ല നാടൻ സംഭവങ്ങൾ, പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ അതിനുള്ള സന്ദർഭങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. അല്ലെങ്കിൽ എനിക്ക് പഴയ ജനറേഷനിലേക്ക് പോകാനാണ് എനിക്കിഷ്ടം. പഴയ ജനറേഷൻ്റെ പാചക രീതിയും കാര്യങ്ങളും ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കപ്പയ്ക്ക കൊണ്ടുള്ള വെറൈറ്റി, ചക്ക കൊണ്ടുള്ള വെറൈറ്റി, അങ്ങനെ മരിച്ചിന് കൊണ്ടുള്ള വെറൈറ്റി, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പച്ചക്കറിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വാഴയ്ക്ക കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കറികൾ. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം സൗകര്യവും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കാത്ത. എന്തായാലും പറ്റുന്നത് പോലെയൊക്കെ ഞാൻ വരും, നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് കഴിച്ച് നോക്കാം. ഓക്കെ, ബൈ. അപ്പോൾ മഴ സമയമാണ്, തണുപ്പ് കാലമാണ്. അപ്പോൾ നമുക്ക് ചൂട് കഞ്ഞി കുടിക്കാം. പയറും കഞ്ഞി, ഇത് പയറും കഞ്ഞിയാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെച്ചതല്ല, കുറച്ച് ലേറ്റായി, അപ്പോൾ തണുത്തിരിക്കുകയാണ് ഇപ്പോൾ സംഭവം. ചെറിയ ചൂടേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനാണ് ഞാൻ മുട്ട കൊണ്ടൊരു ഫ്രൈ ആണോ തോരനാണോ എന്ത് വേണമെങ്കിലും നിങ്ങൾ സങ്കല്പിച്ചോ. എൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയാണ്. പിന്നെ കൂട്ടത്തിൽ പപ്പടവും. അപ്പം നമുക്കിത് ഇത്രയും കൂടിയിട്ട് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, നിങ്ങളും പായോ. ആദ്യം നമുക്ക് മുട്ടത്തോരൻ ചൂടുണ്ട്, ആദ്യം നമുക്ക് തോരൻ ഒന്ന് കഴിച്ചു നോക്കാം. തോരനല്ല, ഫ്രൈ ആണ്, വെറൈറ്റി ആണൊന്നും അറിയില്ല. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എനിക്കിങ്ങനെ കഞ്ഞിയൊക്കെ കൈകൊണ്ട് കുടിക്കുന്നതാണ് ഇഷ്ടം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിലെ മുതലേ കഴിച്ചങ്ങനെ ശീലമുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ട് കഴിക്കുന്ന ഒരു ഫാഷൻ, അങ്ങനെ കഴിക്കാൻ നമുക്കൊരു തൃപ്തി തരില്ല. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷമായിട്ട് ഇഷ്ടത്തിന് കഴിക്കാം. കറിവേപ്പില ഔഷധ ഗുണമാണ്, കളയാൻ പാടില്ല. സംഭവം കിടും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വല്ലപ്പോഴൊക്കെ ചെയ്യുക. പപ്പടം എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഒന്ന് മുഴുവനും ഇവിടെ ഇരിക്കും. അപ്പം ഞാൻ പോവാൻ പോണേണ്. സാധാരണ ഇങ്ങനെ പഴഞ്ചോറാണ് കഴിക്കുന്നത്. എനിക്ക് പക്ഷേ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പം എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ഫോളോ ചെയ്യാം. ഇതൊക്കെ നാച്ചുറലാണ്, പറ്റിപ്പില്ല ചതിവില്ല ഒന്നുമില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ചെറിയ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അതൊക്കെ ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുകയാണ്. ഓക്കെ, എന്നാൽ